അപ്പം നമുക്കിന്നൊരു പനീർ റെസിപ്പി ഉണ്ടാക്കിയാലോ? ഇതിൻ്റെ പേര് പനീർ ഖുർച്ചൻ എന്നാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഹിന്ദി സംസാരിക്കാൻ. ഞാൻ ബോംബെ ബോൺ ആൻഡ് ബോട്ടപ്പ് ആണെങ്കിലും ന്യൂസിലൻഡിൽ വന്നേ പിന്നെ എൻ്റെ ഹിന്ദിക്ക് കുറച്ച് പെശകാണ്. അപ്പം നമുക്ക് മലയാളം തന്നെ പിടിക്കാം അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് പനീർ മാരിനേഷൻ ചെയ്യാം. അതിന് കുറച്ച് ഗ്രീക്ക് യോഗൺ, മസ്റ്റർഡ് ഓയിൽ മസ്റ്റാണ് ഗൈസ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ കൂടെ ജിഞ്ചർ ഗാർലിക്കും ചില്ലി പേസ്റ്റും കൂടെ, കുറച്ച് ബേസിനും ഈ കാണിക്കുന്ന മസാലയും. ഇത് ഉപ്പ്, പെപ്പർ, മുളക് പൊടി, മല്ലിപ്പൊടി, ചാട്ട് മസാല, കസൂരി മെത്തി, ഗരം മസാല, ഇതെല്ലാം കൂടെ ഇട്ട് നമുക്ക് പനീർ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിനകത്ത് ഇടേണ്ട വെജീസും ഇതിൻ്റെ കൂടെ തന്നെ മാരിനേറ്റ് ചെയ്യാമേ. വെജീസ് നമുക്ക് ക്യാപ്സിക്കം എടുക്കാം, ഓൾ ഡിഫറെൻറ്റ് കളേഴ്സ്. ഞാൻ ഉള്ളി എടുത്തിട്ടുണ്ട് സ്ലൈസ് ചെയ്ത്. ഇതെല്ലാം കൂടെ മാരിനേറ്റ് ചെയ്ത് പനീരും വെജീസും കൂടെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം, ഇങ്ങനെ തിരിച്ചും മറിച്ചും. പിന്നെ പനീർ നമുക്ക് ഇഷ്ടമുള്ള പോലെ സ്ലൈസ് ചെയ്തും പീസസ് ആക്കി എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഈ സെയിം പാനിൽ തന്നെ കുറച്ചുകൂടെ മസ്റ്റർഡ് ഓയിലും ബട്ടറും കൂടെ ഇട്ട് ക്യൂമിൻ സീഡും ബേ ലീഫും കൂടെ ഇടാം. പിന്നെ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് അഗൈൻ, ഉള്ളിയും ടൊമാറ്റോയും കൂടെ, പിന്നെ ആ മസാല സെറ്റ് ഒരു പ്രാവശ്യം കൂടെ ഇതിനകത്തൂടെ ഇടുക. വെള്ളം ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ആ മസാല ഒന്ന് റെഡിയായി വരുമ്പോൾ നമ്മൾ ഈ റോസ്റ്റഡ് പനീരും ക്യാപ്സിക്കം കൂടെ അതിനകത്തിട്ട് കൊറിയാണ്ടർ ലീവ്സും കൂടെ ഗാർണിഷ് ചെയ്യാം. ഇത് ആക്ച്വലി പറാട്ടായോ ചപ്പാത്തിയോ അങ്ങനത്തെ ഒക്കെ ഇതിൻ്റെ കൂടാണ് നല്ലത് കേട്ടോ. പക്ഷെ ഞാൻ ചോറിൻ്റെ കൂടെ ട്രൈ ചെയ്തു, ബിക്കോസ് എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലായിരുന്നു. ഗൈസ് ട്രസ്റ്റ് മീ, നല്ല അടിപൊളി റെസിപ്പി ആയിരുന്നു. ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിരുന്നു. പ്ലീസ് ഡു ട്രൈ ദിസ് റെസിപ്പി ആൻഡ് ലെറ്റ് മീ നോ ഹൗ യു ലൈക്ക് ആൻഡ് കോമെന്റ് ബിലോ കേട്ടോ ഗൈസ്.